ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൊടി നിങ്ങൾക്ക് എടുക്കുക. അപ്പോൾ 2 കപ്പ് മൈദയ്ക്ക് 2 കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ടീസ്പൂണ് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അത് ഏതെണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്താനും ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ മാവ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് പകർന്നതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൽ കൂടുതലുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മാവിൻ്റെതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മാവ് അടിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ആ മഞ്ഞൾപ്പൊടി മുട്ട എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കിട്ടണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കേട്ടോ. അപ്പോൾ ഏത് കറിയായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു അടുപ്പത്ത് വെച്ച്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിലോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് എടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യിലായാലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനാകുമ്പോൾ ഓയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയ നന്ദി കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്ന് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ കാണുക. എല്ലാ ദിവസവും 3 മണിക്ക് എൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ നല്ലപോലെ നമ്മുടെ ദോശ മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഈ പരുവത്തിൽ നമുക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തൊരെണ്ണം കൂടെ ഞാൻ ഒഴിക്കുന്നത് കാണിക്കാം. അപ്പോൾ ആദ്യം ഇച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം, തിരിച്ചും മറിച്ചും ഇട്ട്. മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഇരപ്പ് കേൾക്കാൻ തോന്നുന്നു എനിക്ക്. ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിരുന്നു. കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇന്ന കറി തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് കറിയാണോ ഇഷ്ടം, ചട്നി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ്.